നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം തന്നെ മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകളടച്ച് ശാന്തമായിരിക്കൂ. ഭൂമിയോടും അന്തരീക്ഷത്തോടും സർവചരാചരങ്ങളോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമിയിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാൽ വിരലുകളിലൂടെ, കാൽപാദങ്ങളിലൂടെ ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. സ്നേഹം ഹൃദയത്തിൽ നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായി അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ കുറച്ചു നേരം ധ്യാനത്തിലിരിക്കാം. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും വീണ്ടും ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇൻട്രൊഡക്ടറി സിറ്റിങ്സ് എടുക്കുകയും പിന്നെ അതിനുശേഷം റെഗുലറായിട്ടുള്ള സ്പിരിച്വൽ പ്രാക്ടീസ് സാധന ചെയ്യുന്നതിലൂടെയും നമ്മുടെ ആന്തരികമായിട്ടുള്ള ആ സ്ഥിതി കണ്ടീഷൻ കൂടുതൽ സ്വീകാര്യതയിലേക്ക് എത്തുന്നു. കാര്യങ്ങൾ സ്വീകരിക്കാനും ശരിയായിട്ടുള്ള അറിവ് ഉൾക്കൊള്ളാനും നമ്മളെ തയ്യാറാക്കുന്നു. അപ്പോൾ ചെവി കൊണ്ട് കേൾക്കുന്നതും അല്ലെങ്കിൽ കണ്ണുകൊണ്ട് കാണുന്നതും ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കുന്നതുമല്ല യഥാർത്ഥത്തിൽ പ്രധാനം. നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന മാറ്റം, മനസ്സിൻ്റെ ഉയർച്ച, മനസ്സ് എത്രത്തോളം ശാന്തതയിലേക്കും സമാധാനത്തിലേക്കും എത്തിച്ചേർന്നു, ഇതാണ് യഥാർത്ഥത്തിലുള്ള മാറ്റം. അപ്പോൾ ആ മാറ്റത്തിൽ നമ്മൾ തയ്യാറാവണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ട്രാൻസ്മിഷനിലേക്ക് കണക്റ്റഡ് ആവുകയാണെങ്കിൽ അത് വളരെ എളുപ്പമായി തീരുന്നു. എല്ലാവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നു. അതെങ്ങനെ ചേരാം എന്നുള്ളത് ഈ യൂട്യൂബ് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ രണ്ട് തരത്തിലുള്ള പദങ്ങൾ കേട്ടിട്ടുണ്ട്. ഒന്ന് എക്സ്പെക്റ്റേഷൻ, പ്രതീക്ഷ, പിന്നെ ഹോപ്പ്, പ്രത്യാശ. പലപ്പോഴും ഈ രണ്ട് പദങ്ങളും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്ത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ എന്താണ് പ്രതീക്ഷ, എന്താണ് പ്രത്യാശ? സഹജമാർഗത്തിലെ ഗുരുനാഥനായിട്ടുള്ള ശ്രീ പാർത്ഥസാരഥി രാജഗോപാലാചാര്യജി മഹാരാജ് എന്നാണ് അദ്ദേഹത്തെ സംബോധന ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എക്സ്പെക്ട് നോട്ട്, ദൗ ഷാൽട്ട് നോട്ട് ബി ഡിസപ്പോയിൻറ്റഡ്. പ്രതീക്ഷിക്കരുത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിരാശപ്പെടുകയില്ല.
അപ്പോൾ ആ ഒരു ടോക്കിൽ അദ്ദേഹം ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്ന ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്, ഏത് ദേവനെയാണോ ഒരാൾ പൂജിക്കുന്നത് ആ ദേവനിൽ വിശ്വാസം ഉറപ്പിക്കുകയും അതിൽ നിന്നുമുള്ള ഗുണം അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്യും. പക്ഷേ അതെല്ലാം തുടങ്ങുന്നതും അവസാനിക്കുന്നതുമാണ്. നേരെ മറിച്ചിട്ട് എൻ്റെ ഭക്തൻ എന്നെ തന്നെ നേടുന്നു, ഒരിക്കലും വീഴ്ചയില്ലാത്ത പരംധാമത്തിൽ എത്തിച്ചേരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ആദ്യത്തെയാണ് പ്രതീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ആരാണ് ഈ ദേവീ ദേവന്മാർ? നമ്മുടെ തന്നെ ഉള്ളിലുള്ള പേഴ്സണാലിറ്റീസാണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ തന്നെ പല ഘട്ടങ്ങളിലും പ്രവൃത്തികൾ ചെയ്യുമ്പോൾ, തോട്ട് ഇസ് ഓൾസോ ആൻ ആക്ഷൻ, ചിന്ത തൊട്ട് പ്രവൃത്തി വരെയുള്ള ഓരോ പ്രവൃത്തികളിലും നമ്മൾ അറ്റാച്ച്മെൻറ്റ് കൊണ്ടുവരുമ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു നോട്ട് സൃഷ്ടിക്കുന്നു. ഇതേക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അങ്ങനെയാണ് നമ്മളൊരു പേഴ്സണാലിറ്റി ഉണ്ടാക്കുന്നത്. ശരിയായിട്ടുള്ള സ്നേഹത്തോട് കൂട്ടിയിട്ട് പെർഫെക്റ്റായിട്ട് നമ്മൾ നിറവേറ്റുന്ന ഒരു പ്രവൃത്തി അതൊരിക്കലും ഉള്ളിൽ നോട്ടുണ്ടാക്കില്ല. കാരണം പ്രവൃത്തി നിർവഹിച്ചു കഴിഞ്ഞു, അതിനോടുള്ള അറ്റാച്ച്മെൻറ്റ് ആവശ്യമില്ല. ഇൻകംപ്ലീറ്റ് ആയിട്ട് ഉള്ള പ്രവൃത്തികൾ, അപ്പോൾ അതിന് പല കാരണങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. ചിലപ്പോൾ മറയ്ക്കാനായിരിക്കാം, ചിലപ്പോൾ അതിനോടുള്ള ആകർഷണം കൊണ്ടായിരിക്കാം, ചിലപ്പോൾ ശ്രദ്ധിക്കാതെ വിട്ടതായിരിക്കാം. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ പേഴ്സണാലിറ്റി സൃഷ്ടിക്കുന്നു. അതാണ് ഉപബോധ മനസ്സ്, സബ് കോൺഷ്യസ് മൈൻഡ്. അപ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ഈ പേഴ്സണാലിറ്റീസ് ആണ് നമ്മുടെ ജീവിതത്തെ ഡയറക്റ്റ് ചെയ്യുന്നത്. നമ്മൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൽ നിന്നുമുള്ള ഫലം നമ്മൾ പ്രതീക്ഷിക്കുന്നത്, എക്സ്പെക്റ്റ് ചെയ്യുന്നത് മുമ്പേ ഉള്ള ഫലങ്ങളായിട്ട് കമ്പയർ ചെയ്തിട്ടാണ്. ഇപ്പോൾ നമ്മൾ തന്നെ ജീവിതത്തിൽ അനുഭവിച്ചതാവണം എന്നില്ല. നമ്മൾ ലോകത്തിലേക്ക് നോക്കുന്നു, ലോകത്തിൽ എന്താണ് ജയം എന്ന് കരുതുന്നത്, ലോകത്തിൽ എന്താണ് പരാജയം എന്ന് കരുതുന്നത്, ഇതിലേക്കാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടി, എനിക്ക് മാത്രം നല്ല മാർക്ക് കിട്ടിയില്ല, അപ്പോൾ ഞാനൊരു മോശക്കാരനാണ്. എൻ്റെ കൂട്ടുകാരെല്ലാവരും ധൈര്യത്തോടു കൂടി സംസാരിക്കുന്നു, എനിക്കങ്ങനെ സംസാരിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ മോശമാണ്. എനിക്ക് കലകളൊന്നും അഭ്യസിക്കാനുള്ള സ്കിൽസില്ല. ഒരുപാട് തരത്തിലുള്ള ഇഷ്യൂസ് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നു. സൊസൈറ്റി നമ്മുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നു. നമ്മുടെ കൂടെ പഠിക്കുന്നവൻ്റെ മാർക്ക്, അവനെങ്ങനെ ഇത്ര നല്ല മാർക്ക്, നിനക്കെന്താ നല്ലോണം പഠിച്ചാൽ? നമ്മൾ ശ്രമിക്കുന്നുണ്ടാവും, പക്ഷേ നമുക്ക് കിട്ടുന്നുണ്ടാവില്ല. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും സ്ലോ ആൻഡ് സ്റ്റഡി റേസ് വിൻ ചെയ്യുന്നതായി കാണുന്നില്ല. ഡിസിപ്ലിൻഡായിട്ട് സിൻസിയറായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ പലപ്പോഴും ഭൗതിക തലത്തിൽ അത്ര ഉയർച്ച നേടിയവരല്ല. നമ്മൾ മഹാത്മാക്കളുടെ കഥകളൊക്കെ എടുത്ത് നോക്കിയാലറിയാം, അവരിൽ ഭൂരിപക്ഷം വരും മെറ്റീരിയൽ തലത്തിൽ ഒന്നും നേടാത്തവരാണ്, പക്ഷേ അവർ നമ്മൾ ആരാധിക്കുന്നു. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എപ്പോഴും നമ്മുടെ പാസ്റ്റിൽ നിന്നും എടുത്തിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് അത് നമുക്ക് ചിലപ്പോൾ സന്തോഷം ഉണ്ടാക്കാം, ചിലപ്പോൾ സങ്കടം ഉണ്ടാക്കാം. അതുമാത്രമല്ല, ചിലപ്പോൾ സന്തോഷം ഉണ്ടാക്കിയ കാര്യങ്ങൾ പിന്നെ അത് സങ്കടമായിട്ട് മാറാം, സങ്കടകരമായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ സന്തോഷവുമായിട്ട് വരാം. നമ്മൾ യാത്രയ്ക്ക് പുറപ്പെടുകയാണ്, ലേറ്റായി, പ്ലെയിൻ മിസ്സായി, മോശമായി, പിന്നെയാണ് മനസ്സിലാക്കുന്നത് ആ പ്ലെയിൻ ക്രാഷായി എന്ന്. അപ്പോൾ ഞാൻ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ആ സംഭവം നടക്കുന്ന സമയത്ത് നമുക്ക് ടെൻഷനായിരുന്നു. പല സിറ്റുവേഷൻസും അങ്ങനെയുണ്ട്. അതുകൊണ്ടാണ് എക്സ്പെക്ട് നോട്ട് ദൗ ഷാൽ നോട്ട് ബി ഡിസപ്പോയിൻറ്റഡ് എന്ന് പറയുന്നത്. നമ്മൾക്ക് നമ്മളുടെ ഉള്ള അറിവിൽ നിന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് കംഫോർട്ട് സോണിൽ നമ്മൾ കുടുങ്ങിക്കിടക്കണം. ഒരു കംഫോർട്ട് സോൺ, നമുക്കതിൽ നിന്നും പുറത്തേക്ക് വരണം എന്നില്ല. കിണറ്റ് കിടക്കുന്ന തവളയുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തിനാണ് പറയുന്നത്? നമ്മൾ റിസ്ക് എടുക്കുന്നത്. പക്ഷെ ലോകത്തിൽ റിസ്ക് എടുത്തവർ, ഉള്ളിൽ നിന്നുള്ള പ്രചോദനം എടുത്തവർ, അവരാണ് വഴികാട്ടികളായിട്ട് മാറിയിട്ടുള്ളത്. അവർ ജീവിക്കുന്ന കാലത്ത് പലപ്പോഴും അവഗണിച്ചിട്ടുണ്ടാവും, കളിയാക്കിയിട്ടുണ്ടാവും, പെർസിക്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ പിന്നീട് അവർ പറയുന്ന കാര്യങ്ങൾ, അവരുടെ ശാസ്ത്രങ്ങളും ലോകം സ്വീകരിക്കുന്നു. അപ്പോൾ അവർക്കതിൽ ദുഃഖമില്ല. അവിടെയാണ് പ്രത്യാശ എന്നുള്ള വാക്ക് വരുന്നത്, ഹോപ്പ്. എന്താണ് ഹോപ്പ് എന്ന് പറയുന്നത്? നമ്മൾ നമ്മുടെ പ്രവൃത്തികൾ നിർവഹിച്ചുകൊണ്ടിരിക്കുക, അതിൽ ഒരു തരത്തിലുള്ള കോംപ്രമൈസും ഇല്ല. എനിക്കറിയാവുന്ന തരത്തിൽ സത്യസന്ധമായിട്ട്, സിൻസിയറായിട്ട്, പൂർണ്ണമായിട്ടുള്ള സ്നേഹത്തോടു കൂടിയിട്ട് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്തുകൊണ്ട്
നമ്മൾ പ്രവൃത്തികൾ നിർവഹിക്കുന്നു. അതിനെക്കുറിച്ചിട്ടുള്ള ആവലാതി പിന്നെ ഇല്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ആ ഒരു ഫീലിംഗ് ഉണ്ട്, നല്ല കാര്യങ്ങൾ ഒരിക്കലും നശിക്കില്ല. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നത് നല്ല പ്രവൃത്തികൾ ഒരിക്കലും നാശത്തിലേക്ക് നയിക്കില്ല, എൻ്റെ ഭക്തൻ ഒരിക്കലും നശിക്കില്ല എന്നൊക്കെ പറയുന്നത്. ഇതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള റീസൺ ഇതാണ്. നമ്മൾ ഉള്ളിലേക്ക് തിരിയുന്നു, ഞാൻ ഗ്രോ ചെയ്യുന്നുണ്ട്, ഞാൻ മനസ്സ് ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യുന്നത്, എനിക്ക് സമാധാനമുണ്ട് പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ പോസിറ്റിവിറ്റി അനുഭവിക്കുന്നു, ഞാൻ ആനന്ദം അനുഭവിക്കുന്നു. അപ്പോൾ ഒരിക്കലും അങ്ങനെയുള്ള ഒരു പ്രവൃത്തി ഒരു തെറ്റിലേക്ക് നയിക്കില്ല. തീർച്ചയായിട്ടും അതിനൊരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാവും എന്ന് പ്രത്യാശ ഉള്ളിലുണ്ട്. പക്ഷേ പോസിറ്റീവ് റിസൾട്ടിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തു നിൽക്കുന്നില്ല. കാരണം നമ്മൾ പുറത്തല്ല നമ്മൾ മെഷർ ചെയ്യുന്നത്, ഉള്ളിലാണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ദിവ്യാനുഗ്രഹം ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ പ്രവൃത്തി ചെയ്യുന്നില്ല. അവിടെയാണ് വ്യത്യാസം. എക്സ്പെക്റ്റേഷനിൽ ഒരു ഭക്തൻ പ്രവർത്തിക്കുമ്പോൾ അനുഗ്രഹം ലഭിക്കും എന്നൊരു ചിന്തയുണ്ട്. അപ്പോൾ ഭക്തനും എക്സ്പെക്റ്റേഷൻ വരാം, ഞാൻ ഇത്രയൊക്കെ പൂജ ചെയ്തിട്ടും എനിക്ക് ഒന്നും കിട്ടിയില്ല. അതാണ് പ്രതീക്ഷ എന്ന് പറയുന്നത്. നേരെ മറിച്ചിട്ട് യഥാർത്ഥത്തിലുള്ള ഒരു ഡിവോട്ടി പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എനിക്ക് കിട്ടുന്നതുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള തിരിച്ചറിവുണ്ടാകുന്നു. എന്നിലേക്ക് വരുന്ന ആ ഫ്ലോ, സ്നേഹത്തിൻ്റെ ഫ്ലോ അനുഭവിച്ചറിയുന്നു. ഓരോ നിമിഷവും ആനന്ദത്തിൽ ജീവിക്കുന്നു. അപ്പോൾ പ്രത്യാശയിൽ ഒരിക്കലും തളരില്ല. നമ്മൾ തളരുക എന്നുള്ളൊരു കാര്യമില്ല. ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും അത് സംഭവിക്കും. കാരണം അത് നല്ലതാണ്, ലോക നന്മയ്ക്കുള്ളതാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് ഒരു യഥാർത്ഥത്തിലുള്ള ഭക്തൻ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. എൻ്റെ ജീവിതത്തിലില്ല, എപ്പോഴെങ്കിലും തീർച്ചയായിട്ടും അത് മാനിഫെസ്റ്റ് ചെയ്യും. ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരു മുത്തശ്ശൻ ഒരു മാങ്ങ അണ്ടി നടുകയാണ്. അപ്പോൾ പേരക്കുട്ടി എന്ന് ചോദിക്കും, മുത്തശ്ശ ഈ മാവ് വലുതായിട്ട് ഇതിൻ്റെ മാങ്ങ മുത്തശ്ശന് കഴിക്കാൻ പറ്റുമോ? പിന്നെ എന്തിനാണ് ഇത് നടുന്നത്? ആ മുത്തശ്ശൻ പറഞ്ഞു, മോനെ, ഞാൻ നടുന്നത് എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. ആ മാവ് വളർന്നു വരും, തീർച്ചയായിട്ടും ഭാവിയിൽ അത് ഒരുപാട് മനുഷ്യർക്കും മൃഗങ്ങൾക്കും പക്ഷികൾക്കും എല്ലാം ഗുണം നൽകും. നമ്മൾ നമ്മുടെ പ്രവൃത്തി ചെയ്യുക. പ്രകൃതി അങ്ങനെയല്ലേ ചെയ്യുന്നത്? തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്രകൃതി ചെയ്യുന്നത്. സൂര്യൻ പ്രകാശിക്കുന്നത് സൂര്യന് പ്രകാശം ലഭിക്കാനാണ്. വെള്ളം ഒഴുകുന്നത് വെള്ളത്തിന് തന്നെ ദാഹം തീർക്കാനാണ്. മാവ് കായ്ക്കുന്നത് മാവിന് തന്നെ തിന്നാനാണ് അല്ല. അപ്പോൾ നമുക്ക് ലഭിക്കുന്നു എന്നുള്ള ഉറപ്പ് അത് വരുമ്പോഴാണ് പ്രത്യാശ വരുന്നത്. അപ്പോൾ ആ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മൾ നയിക്കുന്ന ഒരു ഹയർ പവറിലേക്ക് കണക്റ്റഡ് ആവണം. അപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുക, ആന്തരികമായിട്ട് ഫീൽ ചെയ്യുക, യെസ്, ഞാൻ ചെയ്യുന്നത് ശരിയാണ്. ഹൃദയത്തിൽ ഒരു തരത്തിലും ഒരു ചലനം, നെഗറ്റീവ് ചലനം ഉണ്ടാവില്ല. മനോധൈര്യത്തോടു കൂടി പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെയുള്ള ആനന്ദത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തി, ജോയ്, പൂർണ്ണമായിട്ടും ആ ഹയർ ലെവലിൽ നിന്നുള്ള ഫ്ലോ അതിന് സ്വീകരിക്കാൻ തയ്യാറാവുന്നു. അതുകൊണ്ടാണ് ജോയ് അട്രാക്ട് ഗ്രേസ് എന്ന് നമ്മുടെ മാസ്റ്ററായിട്ട് ബാബുജി മഹാരാജ് പറഞ്ഞത്. കാരണം ഒന്നും ആവശ്യപ്പെടുന്നില്ല, ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, അനന്തമായിട്ട് വെയിറ്റ് ചെയ്യാണ്. പക്ഷേ ഞാൻ എൻ്റെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആ പ്രത്യാശ എപ്പോഴും നമ്മൾ ഉയർത്തുന്നതാണ്, ഒരിക്കലും നമ്മളെ തളർത്തില്ല. എക്സ്പെക്റ്റേഷൻ നമ്മളെ തളർത്തുന്നു. കാരണം എക്സ്പെക്റ്റേഷൻ പാസ്റ്റ് ഡിപ്പെൻഡൻ്റ് ആണ്. പ്രത്യാശ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മളിലേക്ക് ഒഴുകി വരുന്ന ആ സ്നേഹത്തിൻ്റെ ഫ്ലോയിലേക്കാണ്. അതുകൊണ്ട് പ്രത്യാശ നമ്മളിൽ ശരിയായിട്ടുള്ളൊരു പ്രാർത്ഥനാഭാവം ജനിപ്പിക്കുന്നു, പൂർണ്ണമായിട്ടുള്ളൊരു ഹ്യൂമിലിറ്റി ഡെവലപ്പ് ചെയ്യുന്നു, പൂർണ്ണമായിട്ടുള്ളൊരു സറണ്ടർ ഭാവം സമർപ്പണ ഭാവം ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് തുടക്കത്തിൽ അത്ഭുതമായിട്ട് തോന്നാം, പക്ഷേ ഇതാണ് സത്യം. ദോസ് ഹു ആർ ഹംബിൾ വിൽ ബി റേസ്ഡ് എന്ന് ക്രൈസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഉള്ളവന് വീണ്ടും വീണ്ടും നൽകപ്പെടും. നമ്മൾ കാണുന്നത് പുറമേയുള്ള അനുഭവങ്ങളാണ്, യഥാർത്ഥത്തിലല്ല. ഉള്ളിൽ ആ സ്നേഹാനുഭവം അനുഭവിക്കുന്നവർക്ക് എന്ത് സംഭവിച്ചാലും പുറമേ അല്ല, എനിക്ക് ഉള്ളിൽ ലഭിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്ന ഒരാൾക്ക് വീണ്ടും വീണ്ടും നൽകപ്പെടും
അവൻ കൂടുതൽ ഹയർ സോഴ്സിൽ നിന്നുള്ള ഫ്ലോന് തയ്യാറാവും. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട അർത്ഥം. അപ്പോൾ ഇതേക്കുറിച്ച് കൂടുതൽ നമുക്ക് ഇൻട്രോസ്പെക്റ്റ് ചെയ്യാം. ഇനി വരുന്ന സെഷൻസ് ഡിസ്കസ് ചെയ്യാം. നന്ദി, നമസ്കാരം.